ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വൈബ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ ഗൈസ്. അപ്പോൾ കുറച്ച് സ്കിൻ കെയറും അങ്ങനെയൊക്കെ ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ സുന്ദുട്ടിയുടെ കുച്ചിക്കുട്ടിയുടെ അരങ്ങേറ്റാണ് ഗൈസ്. അപ്പോൾ അവളെ മേക്കപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇവിടെ എല്ലാവരും ഉണ്ട്. ഉണങ്ങിയിട്ടില്ല. ഇത് ടാൻ റിമൂവ് ചെയ്യണതാട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഗൈസ്. എന്നിട്ട് ടീമാരെ മൂന്നപ്പോൾ കാര്യമൊന്നുമില്ല. എന്നാലും പിന്നെ ഉള്ളത് ഇത്തിരി മെനക്കി ഇരുന്നോട്ടെ എന്ന് വെച്ച് ചെയ്യണതാണ് അങ്ങനെ ഗൈസ്. അപ്പം ഞാൻ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതേ ചേച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ മിക്കവാറും എന്നെ ഈ വീഡിയോ കാണുമ്പോൾ നടുമ്പുറം പൊളിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഇന്നലെ മഴ പെയ്തപ്പോൾ ആകെ പൂളിൽ കരടൊക്കെ ആയി. അപ്പോൾ അതിന് വല്ല ചെടിക്കെടുത്ത് ഒഴിക്കണം. ചക്ക എന്നെ വെട്ടണില്ല എന്ന് നോക്കിയിട്ടുണ്ട്. ഒരു ട്രിപ്പ് നമ്മൾ വെട്ടി നല്ല കിഡിലും മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതേ നമ്മുടെ സുന്ദുട്ടി അങ്ങനെ പോവാനായിട്ടുള്ള തത്രപ്പാടിലാണ്. മേക്കപ്പിന് വേഗം എത്താനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. 10:30 ആയിട്ടുണ്ട് കേട്ടോ, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ചേച്ചിയും കൂടെ പോകും. അങ്ങനെ അതേ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകി വന്നു. അപ്പോൾ ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ടല്ലേ, ചെറുതായിട്ട്. അങ്ങനെ അതേ ചേച്ചിക്ക് പോകാനുള്ള ഡ്രസ്സ് ഞാൻ തയ്ച്ചു കൊടുക്കാനായിട്ടാ. അവൾ പറഞ്ഞിട്ടൊന്നുമല്ല, അവൾ തേക്കില്ല. അപ്പോൾ പിന്നെ ഞാനായിട്ട് തയ്ച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പാവം അങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ജെയിംസ് ചേട്ടനെ നോക്കിയപ്പോൾ പാവം വിശന്നിട്ട് ചൂട് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ മേടിച്ചോളൂ. ജാതിയല്ല കേട്ടോ, തെറ്റ് പറയാൻ പറ്റില്ല, നല്ല വിശപ്പുണ്ട് ജെയിംസ് ചേട്ടന്. അങ്ങനെ ദേ ഒരു 5 മണി 5:30 ആയപ്പം ഞാൻ കുളിച്ച് സുന്ദരി കുട്ടപ്പി ആയിട്ടുണ്ട് കേട്ടോ. കൊട്ടക്കമ്മൽ ഞാത്തിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാം നടക്കണോടത്തേക്ക് എത്തിയപ്പോൾ മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവരും സെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആതിര ടീച്ചർ കേട്ടോ. അപ്പോൾ ടീച്ചർ പോട്ടി കട്ടക്കാണ്. അപ്പോൾ അതേ ഞാൻ സുന്ദുട്ടിയുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ചൂസുണ്ട്, സുന്ദിയുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ കല്ലാത്ത് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. എല്ലാ കൊല്ലം അവിടെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ സ്റ്റേജ് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ കിഡിലനായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൗണ്ട് ചേട്ടന്മാരൊക്കെ ചെക്ക് ഹലോ എന്നൊക്കെ പറഞ്ഞ് മൈക്കും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് അടിക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഇനി പ്രോഗ്രാം തുടങ്ങാൻ അധികം ഇല്ല. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ സ്റ്റാർട്ടാവും കേട്ടോ. അപ്പം സ്റ്റേജ് ഞാൻ ഇങ്ങനെ നോക്കിയത് എനിക്കൊരു ഡൗട്ട്, ഇനി ഇവിടെ തന്നെയാണോ? അപ്പോൾ നമ്മുടെ പക്കാമേളക്കാരൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർ പുറത്താണ് കേട്ടോ, വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നടരാജ വിഗ്രഹം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുന്ദുട്ടിക്ക് ചിലങ്ക കെട്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചർ തന്നെയാണ് കെട്ടി കൊടുക്കുക. അതെല്ലാ കുട്ടികൾക്കും ടീച്ചർ തന്നെയാണ് കെട്ടി കൊടുക്കുക. ദക്ഷിണയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ടീച്ചർ നന്നായി പ്രാർത്ഥിക്കണം, ദൈവമേ തെറ്റിക്കില്ല ഇവരൊന്നും. കാരണം എത്ര നാളത്തെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ. ഒരു നിമിഷത്തിന് വേണ്ടി കുറെ ആഗ്രഹിച്ചിട്ടുള്ളതാണ് എല്ലാവരും. അപ്പോൾ അദ്ദേഹം ദക്ഷിണയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടീച്ചർ തന്നെ ചിലങ്ക രണ്ടും കെട്ടിക്കൊടുക്കും. എല്ലാവർക്കും കെട്ടിക്കൊടുക്കും കേട്ടോ. അപ്പം സുന്ദുട്ടിയുടെയാണ് ചിലങ്ക ഇപ്പോൾ കെട്ടിക്കൊടുക്കുന്നത്. അപ്പം നല്ല രസമുണ്ടല്ലോ കാണാൻ, എന്ത് രസമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അതേ കുട്ടികളൊക്കെ എല്ലാം മാറിക്കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ പരിപാടി ഉദ്ഘാടിക്കുക, ഓരോരോ ഐറ്റം സ്റ്റേജിൽ കയറാം, അങ്ങനെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ടീച്ചറുടെ മോൾ കേട്ടോ. അപ്പം അവളവിടെ ഇരുന്നിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സുന്ദുട്ടി ഇങ്ങനെ എനിക്കെല്ലാം ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുഞ്ചൂസ് അവിടെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. പക്ഷേ അവളുടെ അരങ്ങേറ്റമൊന്നും ആയിട്ടില്ല, ഇപ്പം ഐറ്റം പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത കൊല്ലം മിക്കവാറും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പം എല്ലാവരും നോക്കുകയാണ്, ഇതിലിവിടെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പം കുട്ടികളുടെ മേക്കപ്പ് ഒരു രക്ഷയില്ലാട്ടെ. ഇപ്രാവശ്യത്തെ മേക്കപ്പും കോസ്റ്റ്യൂമും പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല, നമ്മളൊരു രക്ഷയില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ ആ കുട്ടിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം മേക്കപ്പ് പറയാണ്ടിരിക്കാൻ വയ്യ, രസമായിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കിക്കയറുന്നു മേക്കപ്പ്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവാറായിട്ടുണ്ട്. അപ്പോൾ അതേ ഓൾമോസ്റ്റ് എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്, ഫില്ലായിട്ടുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ. കുറേ മീഡിയാസ് ഇപ്രാവശ്യം കവർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പക്കാമേളക്കാരൊക്കെ അതേ കയറി തുടങ്ങി. അസാധ്യമായിട്ടുള്ള പക്കാമേളക്കാരാട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പം കയറുന്നതിന് മുന്നേ സുന്ദുട്ടിക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ജ്യൂസും ഒരു മറ്റേ ഗ്ലൂക്കോവിറ്റൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, കാലത്തൊട്ട് ഇങ്ങനെ ഇരിക്കണതല്ലേ. അപ്പോൾ അതേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ടീച്ചറുടെ ഹസ്ബൻഡ് തന്നെയാണ് അവതാരകൻ കേട്ടോ. അപ്പം പുള്ളിക്കാരൻ അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ സ്റ്റേജിലോട്ട് വിളിക്കുകയാണ്. അങ്ങനെ അതേ ഭദ്രദീപം തെളിയിക്കാനായിട്ട് നമ്മുടെ വൈസ് ചെയർപേഴ്സണും അതുപോലെ തന്നെ നഗരസഭാ കൗൺസിലർമാരും
അതുപോലെ തന്നെ സംഗീത അധ്യാപകനൊക്കെ കൂടി ചേർന്നിട്ടാണ് ഭദ്രദീപം തെളിയിക്കുന്നേട്ടാ. അപ്പം ഐശ്വര്യമായിട്ട് ഭദ്രദീപം തെളിയിച്ച് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. കാരണം ഇപ്രാവശ്യത്തെ കുട്ടികളുടെ എല്ലാം കൊണ്ടും, അതായത് ഐറ്റം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കണം. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് നമ്മുടെ കുട്ടികൾ അരങ്ങേറാൻ പോകുന്നത് കേട്ടോ, അവിടെ രംഗപ്രവേശനം. അപ്പോൾ നമ്മുടെ വൈസ് ചെയർപേഴ്സൺ പറയാണ്, ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തമായ കരങ്ങളുള്ളത് പോലെ തന്നെ ഒരു സ്ത്രീയുടെ പിന്നിലും ഒരു ശക്തമായ കരങ്ങൾ പുരുഷൻ്റെ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയുടെ ആണെങ്കിൽ അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവരുടെ ഹസ്ബൻഡാണ്. നമ്മുടെ ടീച്ചറുടെ കാര്യത്തിൽ അത് 1000% കറക്റ്റാണ് കേട്ടോ. കാരണം ഇതുപോലൊരു പ്രസ്ഥാനം കൊണ്ട് നടക്കണമെങ്കിൽ പല പല വെല്ലുവിളികൾ നമുക്കുണ്ടാവും. മാനസികമായിട്ടുള്ള പല വെല്ലുവിളികളും, അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യമില്ല, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അത്രയും എഫേർട്ട് എടുക്കണമെങ്കിൽ അത്രയും ദൈവാനുഗ്രഹം, കലയോടുള്ള ഒരു ദൈവാനുഗ്രഹം അത്രയും. അപ്പോൾ ടീച്ചറുടെ ഹസ്ബൻഡ് അവിടെ സൈഡിൽ നിന്ന് ഇതെല്ലാം നിന്ന് വീക്ഷിക്കുകയാണ് കേട്ടോ വൈസ് ചെയർപേഴ്സൺ പറയണത്. അപ്പം സുന്ദുട്ടിയുടെ ഭാഗ്യം, ഇത്ര നല്ല കഴിവുള്ള ഒരു ടീച്ചറെ കീഴിൽ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ പക്കാമേളക്കാർക്കുള്ള ദക്ഷിണ കൊടുക്കലാണ് ഇനി അടുത്തത് കേട്ടോ. അപ്പം ഇവരും ഈ കുട്ടികൾക്ക് ഗുരുതുല്യരാണല്ലോ. അപ്പം അവർക്കുള്ള ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള നിൽപ്പാണ് കേട്ടത്. അപ്പം പക്കാമേളക്കാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. രസമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചില ഭാഗങ്ങൾ ഇങ്ങനെ മറ്റേ ചടുലത വരുമ്പോൾ ഇങ്ങനെ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അത് പറയാണ്ടിരിക്കാനും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണത്. എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും പറയാറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ചില മൊമെൻറ്റ്സ് ഇങ്ങനെ നല്ല എന്താ പറയുക, എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ് എൻ്റെ പൊന്നോ, ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കൂരിത്തിരിക്കുകയായിരുന്നു. രസമായിട്ടുണ്ട്. പക്കാമേളക്കാരായിക്കോട്ടെ, ഇപ്രാവശ്യത്തെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളേഴ്സ് ആയിക്കോട്ടെ രസമായിട്ട്. സുന്ദരിക്ക് ഇപ്രാവശ്യം ഫുൾ പിങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ മെറൂൺ ഒരു യെല്ലോ കോമ്പിനേഷൻ, ആ ഗ്രീൻ രസമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രസമായിട്ട്. മേക്കപ്പും ഡ്രസ്സും കുട്ടികൾ കളിച്ചതും എല്ലാം രസമായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗുരുദക്ഷിണൊക്കെ കഴിഞ്ഞ് ഗണപതി സ്തുതിയോടുകൂടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നല്ല കിഡിലനായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ പ്രോഗ്രാം, പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അത്രയും എഫേർട്ട് ടീച്ചറും കുട്ടികളും അവരുടെ പാരൻസും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വഴിയെ ഇതെല്ലാം കാണിക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് കാണാം. കാരണം അത്രയും നല്ല ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
सुनिए कोयल सुनिए कोयल पिया क्या कह रे सुनिए कोयल पिया क्या कह रे चलिए कुंजन श्याम हरी 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 चलिए कुंजन हम बिन श्याम हरी
ദിവ്യ കൈശ്വര വേഷം. അങ്ങനെ സുന്ദരിയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്, വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച്. അപ്പം സുന്ദരിയുടെ ഡാൻസ് കഴിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ലാസ്റ്റ് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം ബാക്കിയുള്ള ഐറ്റം കാണാനായിട്ട് നമ്മളിത് വീണ്ടും അവിടെ കയറിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, ഇപ്രാവശ്യത്തെ പറയാണ്ടിരിക്കാൻ വയ്യ. കുട്ടികളെല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് കളിക്കണേ. അപ്പം ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഗ്രൂപ്പ് ഫോട്ടോയും അതുപോലെ തന്നെ അവരുടെ സിംഗിൾ ഫോട്ടോയും ഒക്കെ വെച്ച് എടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാനും കുഞ്ചൂസും ജെയിംസ് സാറിനും ചേച്ചിയും ഏളിയൊക്കെ ഇരുന്ന് കാണാണ്. സുന്ദുട്ടി അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ, പിള്ളേർ സെറ്റിൻ്റെ ഒപ്പമാണ്. അപ്പോൾ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇരുന്ന് ആസ്വദിക്കുകയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ. അപ്പോൾ ഇതേ ടീച്ചറിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കാണ് കേട്ടോ. അപ്പം ആ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പോകാനായിട്ട്, കാരണം കുട്ടികളൊക്കെ അവശ നിലയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം തട്ടുകടയായിട്ടുള്ള എൽസയിലോട്ടാണ്. ആ വേഷത്തിലോട് കൂടിയിട്ടാണ് പോയത്, അവൾക്ക് വിശന്നിട്ട് പോയാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ കാരണം വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് പറഞ്ഞത്, ഫ്രൈഡ് റൈസും പുട്ടും അങ്ങനെ പറഞ്ഞു ഗൈസ്. അപ്പം ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.